ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നിന്റെ നിത്യസ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് കാണാനിടയാക്കിയ ഒരു പുതിയ വർഷത്തിനായി ഞങ്ങൾ നിന്നെ ഒരുമിച്ച് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. 24ാമത് ജ്ഞാനായ കൺവെൻഷനിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വചന കൂടാരത്തിൻ്റെ കീഴിൽ ഈ പ്രഭാതമായിരിക്കാൻ അവിടുത്തെ നിത്യസ്നേഹം ഒന്നും മാത്രമാണ് ഞങ്ങളെ ആരോഗ്യമുള്ളവരാക്കി. കർത്താവെ, ഞങ്ങൾക്കതിനുള്ള എല്ലാ ബലവും തന്നിവിടെ പറഞ്ഞയച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യം ഞങ്ങൾ ഈ പകൽ യാചിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. കടന്നു വന്ന നിന്റെ ഓരോ മക്കളെയും അടിയനടിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിന്റെ സന്നിധിയിലേക്ക് തരുന്നു കർത്താവെ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമേ. അവർ കടന്നു വന്നിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവമേ നിന്റെ കരം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നിൻ്റേതാണ്, അടിയങ്ങളെല്ലാവരും നിൻ്റേതാണ് കർത്താവെ. നിന്റെ വചനം കേൾക്കുവാൻ നിന്റെ മക്കളെ ഒരുക്കണം, അത് പറയുവാൻ മാത്രം അടിയനെ ശക്തീകരിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ആദരണീയനായ വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, അൽമായ അംഗങ്ങൾ, മാതാക്കൾ, സഹോദരികൾ, ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. 24ാമത് ജ്ഞാനായ കൺവെൻഷൻ്റെ വനിതാ സംഗമത്തിൽ ഈ പകൽക്കാലം കടന്നു വരുവാൻ ഏഴയായ അടിൻ്റെ ജീവിതത്തിലും ഒരവസരം ദൈവം ഒരുക്കിയതെ ഓർത്ത ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനായി എന്നെ ഫോൺ വിളിച്ച് ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട ജിജി സാറാണ്. അതിന് അനുവാദം കൊടുത്ത തിരുമേനിയോടും വനിതാ സമാജത്തിൻ്റെ എല്ലാ ചുമതലക്കാരോടും സുവിശേഷ സമാജത്തിൻ്റെ എല്ലാ ചുമതലക്കാരോടുമൊക്കെയുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഈ പകൽക്കാലം അറിയിക്കട്ടെ. ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ എല്ലാവരുടെയും മധ്യത്തിലായിരിക്കുമ്പോൾ 3 വർഷം മുമ്പ് വനിതാ സംഗമത്തിൽ കടന്നു വന്നതിൻ്റെ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വീണ്ടും എന്നെ വിളിച്ചത് എൻ്റെ പ്രസംഗം നല്ലതായതുകൊണ്ടാണോ അതോ ഈ 2-3 വർഷം കൊണ്ട് എൻ്റെ പ്രസംഗത്തിന് വല്ല മാറ്റവും വന്ന് നന്നാക്കിയോ എന്നറിയാനാണോ എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതം ദൈവം ഒരുക്കി തന്ന ഈ ദിവസം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആർജിച്ച അറിവുകളോ എൻ്റെ അനുഭവങ്ങളോ പറയുന്നതിനപ്പുറമായി ദൈവസ്നേഹത്തെപ്പറ്റി മാത്രം പറയുവാനാണ് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നൊരു ചോദ്യം ക്രിസ്തു നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഇവരിൽ അധികമായി, ഞാനൊരു മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പം ഞാനിത് പണ്ട് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്, നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാകണം. ഉറങ്ങാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഉറങ്ങാം, എനിക്കിവിടുന്ന് കാണത്തില്ല. എങ്കിലും ഒരു അധ്യാപിക എന്ന നിലയിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ മറുപടി പറയുമ്പോൾ അതിനൊരു സന്തോഷം പ്രത്യേകമായുണ്ട്. അപ്പോൾ നമ്മളോടെല്ലാവരോടും എല്ലാ കാലവും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ക്രിസ്തു ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, ഇവരിൽ അധികമായി ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ആ ചോദ്യത്തിനുള്ള മറുപടി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ബലഹീനയായ ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിൽ പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ്, വചന ശുശ്രൂഷയുണ്ട്, പഠിപ്പീരുണ്ട്, പിന്നെ സൗഖ്യമാക്കലുണ്ട്. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ടത് സൗഖ്യമാക്കൽ ശുശ്രൂഷയാണ്. എങ്കിലും പ്രീച്ചിങ് എന്നുള്ള കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമാകുവാൻ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കർത്താവേ എന്ന് മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകം ദൈവത്തോടുള്ള മനുഷ്യൻ്റെ സ്നേഹം, ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്നുള്ളതിൻ്റെ ഒരു ആകത്തുകയാണ്. ആ വീണ്ടെടുപ്പിൻ്റെ ആകത്തുകയാണ് വിശുദ്ധ വേദപുസ്തകം എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പുസ്തകത്തിലും, എല്ലാ പുസ്തകത്തിലും ഒരുപോലെ ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നത് 66 പുസ്തകങ്ങളിലും ഒരുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന പുസ്തകമെന്നില്ല, പഴയ നിയമമെന്നില്ല, പുതിയ നിയമമെന്നില്ല, മറിച്ച് എല്ലാ പുസ്തകത്തിൻ്റെയും ആദ്യ താള് മുതൽ അവസാനം താള് മുതൽ വേദപുസ്തകം ദൈവസ്നേഹത്തിനെയും ആ സ്നേഹം കൊണ്ട് മനുഷ്യന് സാധ്യമായ വീണ്ടെടുപ്പിനെയും പറ്റിയാണ് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം നാം നോക്കുമ്പോൾ 3-ാം അധ്യായം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, മനുഷ്യനോടുകൂടെ വൈകുന്നേരം എന്താ ദൈവം ചെയ്യുന്നേ? ഉലാത്തുന്ന ദൈവത്തെ നാം കാണുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ നാം മുറ്റത്ത് നടക്കുന്നത് പോലെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം കാണുന്നു.
പിന്നീടുള്ള പുസ്തകങ്ങളെല്ലാം ദൈവസ്നേഹത്തിൻ്റെ, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷവും വീണ്ടെടുക്കുവാൻ തേടി വരുവാൻ തയ്യാറായ ദൈവസ്നേഹത്തെ നാം കാണുന്നു. എന്നാൽ അവസാന പുസ്തകം വെളിപാട് പുസ്തകത്തിൽ നാം കടന്നു വരുമ്പോൾ നാം കാണുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അങ്ങനെ ഒരു നാളിനെ കാത്തിരിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്, ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ നമ്മളോട് കൂടെ നടക്കുവാൻ, നമ്മളോട് കൂടെ ഇരിക്കുവാൻ, നമ്മളോട് കൂടെ സംസാരിപ്പാൻ, നമ്മളെ തൊടുവാൻ. വിശ്വാസമുണ്ടോ? എന്നെ തൊടുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് വന്നിട്ടുണ്ട് എന്ന് വിശ്വാസമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മളോട് കൂടെ നടപ്പാൻ, കൂടെ വസിപ്പാൻ ഒരു പ്രത്യാശയോടെ നാം കാത്തിരിക്കുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ പുസ്തകമാണ്. അങ്ങനെ അപ്രകാരമുള്ള വേദപുസ്തകത്തിൽ ഒരു ചെറിയ പുസ്തകമുണ്ട്, രൂത്തിന്റെ പുസ്തകം. നിങ്ങൾക്ക് എല്ലാവർക്കും രൂത്തിനെ അറിയാം അല്ലേ? ഇന്ന് വനിതാ സമാജത്തിന്റെ മീറ്റിംഗ് ആണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും രൂത്തിനെ അറിയാം. ഞാൻ പറയും, ദൈവസ്നേഹം കാച്ചി കുറുക്കി എടുത്തൊരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അടുക്കളയിൽ നമുക്ക് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ മിൽക്ക് മെയ്ഡിനെ പറ്റിയൊക്കെ അറിയാമല്ലോ അല്ലേ? മിൽക്ക് മെയ്ഡ് ഒന്ന് തൊട്ട് നാവിൽ വെച്ചാൽ എന്ത് മധുരമാ. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം കാച്ചി കുറുക്കിയെടുത്തൊരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. ആ രൂത്തിന്റെ പുസ്തകത്തിൽ വെറും 4 അധ്യായങ്ങളേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടോ? 4 അധ്യായം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. 4 അധ്യായം 85 വാക്യം മാത്രമുള്ള രൂത്തിന്റെ പുസ്തകത്തിൽ എനിക്കെപ്പോഴും വളരെ സ്ത്രൈണത ഏറ്റവും കൂടുതലുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് രൂത്തിന്റെ പുസ്തകം എന്നുള്ളത്. ദൈവസ്നേഹം ഇങ്ങനെ ഏത് വാക്യം എടുത്താലും ഇങ്ങനെ കാച്ചി കുറുക്കി എടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലുള്ള ചെറിയ പുസ്തകമായ രൂത്തിന്റെ പുസ്തകം. എന്തുകൊണ്ടാണ് രൂത്തിന്റെ പുസ്തകം ഈ പ്രഭാത സമയം ധ്യാനത്തിനായി നിങ്ങളോടൊപ്പം സംവേദിപ്പാൻ എടുത്തതെന്ന് ചോദിച്ചാൽ, ഇത് വനിതാ സംഘമായതുകൊണ്ട് സ്ത്രീ എന്ന നിലയിൽ എന്താണ് എൻ്റെയും നിങ്ങളുടെയും ദൈവവിളി, ഒരു ക്രിസ്തീയ വിശ്വാസിയായ സ്ത്രീ എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ദൈവവിളിയെ എപ്രകാരം നമ്മൾക്കൊരു പുനർവായന ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ പകൽക്കാലം കിട്ടിയ ചെറിയ സമയം കൊണ്ട് ധ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം മാത്രം ഇപ്പോൾ വായിക്കുന്നു. 1-ാം അധ്യായം, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യം ഞാൻ തന്നെ വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1:16-17. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അപ്പോൾ ഇപ്രകാരം രൂത്തിന്റെ പുസ്തകത്തിൽ എപ്രകാരമാണ് ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലം സംവേദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രൂത്തിന്റെ പുസ്തകം പഠിക്കുന്നതിന് അതിൻ്റെ കാലഘട്ടം നാം ഒന്ന് അറിയണം. രൂത്തിന്റെ പുസ്തകം നടന്ന സംഭവം രചിക്കപ്പെട്ടിരിക്കുന്നത് 1300 അല്ലെങ്കിൽ 1250 BC-കളിലാണെന്നാണ് ചരിത്രകാരന്മാർ, വേദപുസ്തക ചരിത്രകാരന്മാർ പറയുന്നത്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത സിസ്റ്ററിന്റെ പ്രസംഗത്തിൽ നമ്മളോട് പറഞ്ഞു. പുറപ്പാടിന്റെ കാലം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് ഉള്ള അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പുറപ്പാടിന്റെ കാലത്തിന് 165 വർഷങ്ങൾക്ക് ശേഷം, അഥവാ അവർ കനാൻ ദേശത്ത് പ്രവേശിച്ചതിന് 125 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവമാണ് രൂത്തിന്റെ കഥ എന്നുള്ളത്. അതായത് മരുഭൂമിയിലുള്ള യാത്രയ്ക്ക് 165 വർഷങ്ങൾക്ക് ശേഷവും ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട് പ്രാപിച്ചതിന് 125 വർഷങ്ങൾക്ക് ശേഷവുമാണ് ഏത് നടക്കുന്നത്? രൂത്തിന്റെ സംഭവം ഇസ്രായേൽ ബേത്ലഹേമിൽ നടക്കുന്നത്. ആ കാലഘട്ടം എപ്രകാരമായിരുന്നു? അതിന് മുൻപുള്ള പുസ്തകം വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കാതെ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടപ്പാൻ നമുക്ക് സാധിക്കുകയില്ല. ആ കാലഘട്ടം എപ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ഏത് പുസ്തകം വായിക്കണം? ന്യായാധിപന്മാരുടെ പുസ്തകം. അതിലേക്ക് ഞാൻ ആഴമായി കടക്കുന്നില്ല, മറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഓരോരുത്തരും അവനവന് തോന്നിയ വഴി അവർ നടക്കുന്ന ഒരു കാലമായിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആ കാലത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വേർപെട്ട് 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്ത് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ നേർചിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ മറന്ന്, മരുഭൂമിയിൽ കൂടെ ഇരുന്ന ദൈവത്തെ മറന്ന്
മന്ന ഒരുക്കി ദൈവത്തെ മറന്ന്, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ദൈവത്തെ മറന്ന്, കടന്നു വന്ന ദേശത്തിന്റെ സമൃദ്ധി അനുഭവിച്ച്, കനാൻ ദേശത്തിലെ തേനും പാലും ഒഴുകുന്ന ദേശത്തിന്റെ സമൃദ്ധി അനുഭവിച്ച്, അവിടുത്തെ ജനങ്ങളോട് ഇടകലർന്ന് ദൈവ സാന്നിധ്യം പേരിന് മാത്രമായി തീർന്ന 125ാമത് വർഷത്താണ് രൂത്ത് എന്നുള്ള പെൺകുട്ടിയുടെ സംഭവം വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിന്റെ പശ്ചാത്തലം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കടന്നു വരട്ടെ. മരുഭൂമിയുടെ അനുഭവം കടന്നു വരട്ടെ. ചെങ്കടലിനെ പിളർത്തിയ അനുഭവം കടന്നു വരട്ടെ. അത് കഴിഞ്ഞ് 125 വർഷം കഴിയുമ്പോൾ അവിടെയുള്ള ദൈവങ്ങളെ സ്വീകരിച്ച്, ആരാധന മറന്ന്, വിശ്വാസത്തിൽ വീഴ്ചകൾ വന്ന് ജീവിക്കുന്ന വേദനാജനകമായ ഒരു സമൂഹത്തിനെയാണ് നാം അവിടെ കാണുന്നത്. ആ കാലഘട്ടത്തിലാണ് രൂത്ത് എന്ന പെൺകുട്ടിയുടെ സംഭവം അരങ്ങേറുന്നത്. അതിന്റെ പശ്ചാത്തലം വളരെ ചെറിയ വാക്യത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ബേത്ലഹേമിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരാണ് എലീമേലെക്ക്. അവന്റെ ഭാര്യ ആരായിരുന്നു? എലീമേലെക്കിന്റെ ഭാര്യയുടെ പേരെന്തുവായിരുന്നു? നവോമി എന്നുള്ള ഭാര്യ. ആ കാലത്ത് ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നു, അപ്പത്തിന്റെ കുറവ് വന്നു. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ വീട് എന്ന അർത്ഥം. ബേത്ലഹേം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അപ്പത്തിന്റെ വീട്. അവിടെ ഒരു അപ്പത്തിന് ക്ഷാമം വന്നപ്പോൾ, ഭൗതികമായ ചില ക്ഷാമങ്ങൾ വന്നപ്പോൾ, എലീമേലെക്ക് എന്ന വ്യക്തി തന്റെ ഭാര്യയെയും തന്റെ മക്കളായ 2 പേർ, മഹളോൻ, കില്യോൻ, 2 പേരെയും കൂട്ടിക്കൊണ്ട് എവിടേക്ക് പോവുകയാ? എവിടേക്കാ പോയേ? മോവാബ് ദേശത്തേക്ക്. മോവാബ് ദേശം എന്ന് പറയുന്നത് ബേത്ലഹേമിൽ നിന്ന് ഒരു 80 മുതൽ 100 കിലോമീറ്റർ ദൂരെയുള്ള മോവാബ് ദേശത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ കടന്നുപോയി, അവിടെ ക്ഷാമമില്ല, അവിടെ ആവശ്യം പോലെ വീഞ്ഞുണ്ട്, അവിടെ ആവശ്യം പോലെ ധാന്യങ്ങളുണ്ട്, സമൃദ്ധിയുണ്ട്, മഴയുണ്ട്. മോവാബ് ദേശത്തിലേക്ക് കടന്നുപോയ മോവാബ് ദേശത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പിന്നീടുള്ള വാക്യങ്ങളിൽ ഉൾപ്പെടുത്താം. മോവാബ് ദേശത്തിലേക്ക് കടന്നുപോയ ഈ കുടുംബം അവിടെ 10 വർഷക്കാലം ജീവിച്ചു എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ കുടുംബത്തിന് വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്. എലീമേലെക്കും മരിച്ചു പോകുന്നു, മഹളോനും കില്യോനും മരിച്ചു പോകുന്നു. എന്നാൽ അവരുടെ ഭാര്യമാർ 2 മോവാബിയ സ്ത്രീകളെ അവർ സ്വീകരിക്കുന്നുണ്ട്, ഓർപ്പയും രൂത്തും. അവിടുത്തെ ജീവിതത്തിന് ശേഷം ആ കുടുംബത്തിൽ 3 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. ആരൊക്കെയാണ്? 3 സ്ത്രീകൾ മാത്രം. അമ്മാവി അമ്മയായ നവോമി, മരുമക്കളായ ഓർപ്പയും രൂത്തും. അപ്പോഴാണ് നവോമി കേൾക്കുന്നത്, ബേത്ലഹേമിലെ ക്ഷാമമെല്ലാം മാറി, ഞാൻ തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകാം. അങ്ങനെ പോകാൻ തീരുമാനിക്കുന്ന നവോമി മരുമക്കളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോക്കോ. എൻ്റെ കൂടെ വന്നുകൊണ്ട് നിങ്ങൾക്കിനി ഒന്നും പ്രതീക്ഷിക്കാനില്ല. എനിക്ക് വേറെ മക്കളില്ല, എനിക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല ഈ പ്രായത്തിൽ. എന്നാൽ 2 മരുമക്കളും അവളോട് കൂടെ സഞ്ചരിച്ച് ഒരു ദൂരം എത്തുമ്പോൾ വീണ്ടും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഓർപ്പ എന്നുള്ള മരുമകൾ തൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. രൂത്ത് ആകട്ടെ അവിടെ പറയുന്ന വാക്ക് തൻ്റെ അമ്മാവി അമ്മയോട് പറ്റി ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഈ വിശ്വാസ പ്രമാണമൊക്കെ പറയുന്ന ധൈര്യത്തിൽ അവൾ പറയുന്നത് അല്ലേ? നമ്മൾ വിശ്വാസ പ്രമാണമൊക്കെ ഏറ്റുപറയുന്ന അതേ ധൈര്യത്തിലാണ് പറയുന്നത്, നീ പോകുന്നിടത്ത് ഞാനും പോകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അങ്ങനെ ഒരു സാഹചര്യത്തെ ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് പറ്റുമോ? വെറും 20 വയസ്സിൽ താഴെയുള്ളൊരു പെൺകുട്ടി, മോവാബ് എന്ന ദേശത്ത് വളർന്ന പെൺകുട്ടി പറയുകയാണ് ഈ വിശ്വാസ പ്രഖ്യാപനം പോലെയുള്ളൊരു വാക്ക് പറയും. ഇതാണ് ഈ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അഥവാ പശ്ചാത്തലം എന്നുള്ളത്. എന്താണ്? ഇനി മുൻപോട്ട് പോകുമ്പോൾ വേറെ 2 കാര്യങ്ങളോടുണ്ട്, അവൾ മടങ്ങി വരുന്ന സംഭവമൊക്കെ ഉണ്ട്, അത് പിന്നീട് പറയാം. എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തൊടുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് രൂത്തിന്റെ ജീവിതത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമതായി, രൂത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ എപ്രകാരം തൊടുന്നു എന്നുള്ളത്, ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ചില അറിയപ്പെടാത്ത യാത്രകളുടെ കൂമ്പാരമാണ്. അറിയപ്പെടുന്ന യാത്രകളല്ല, വരച്ച് മാപ്പ് ചെയ്യപ്പെട്ട യാത്രകളല്ല, മറിച്ച് അറിയപ്പെടാത്ത, ചാർട്ട് ചെയ്യപ്പെടാത്ത ചില യാത്രകളുടെ കൂമ്പാരമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. സിസ്റ്ററിന്റെ അധ്യക്ഷ സിസ്റ്റർ പറഞ്ഞു നമ്മളെല്ലാം ഒരു യാത്രയിലാണ് എന്നുള്ളത്. എന്താണ് യാത്ര എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്? ക്രിസ്ത്യൻ ലൈഫ് ഇസ് മാർക്ക്ഡ് ബൈ സർട്ടൻ അൺനോൺ എക്സഡസ് ഓർ ജേർണി. ചില യാത്രകൾ, അറിയപ്പെടാത്ത യാത്രകൾ. രൂത്തിനെ നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നാട്ടെ. രൂത്ത് മോവാബിന്റെയും ഇസ്രായേലിന്റെയും
അതിരിൽ നിൽക്കുകയാണ്, ഒരു തീരുമാനമെടുക്കുകയാണ്. മുൻപോട്ടുള്ള യാത്ര എവിടേക്കെന്ന് അവൾ ഇന്ന് വരെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവൾ കണ്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക്, കണ്ടിട്ടില്ലാത്തൊരു ജനത്തിൻ്റെ ഇടയിലേക്ക്, ഇതുവരെ പരിചിതമായ ഭൂപ്രകൃതിയെയും ഇതുവരെ പരിചിതമായ കുടുംബത്തെയും അതിലുപരി ഇതുവരെ പരിചിതമായ ചില ആരാധനകളെയും ദൈവാനുഭവങ്ങളെയും വിട്ട് ആര് യാത്ര ചെയ്യുക? രൂത്ത് യാത്ര ചെയ്യുക. അതുകൊണ്ടാണ് അറിയപ്പെടാത്ത യാത്രകൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെയും അടയാളമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചത്. എപ്പോഴും ദൈവം നമ്മളെ അറിയപ്പെടുന്ന വഴികളിലൂടെ അല്ല നയിക്കുന്നത് എന്ന് ഈ പകൽക്കാലം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനോട് ചേർത്ത് രണ്ട് കാര്യം പറയട്ടെ. രൂത്തിന്റെ യാത്രയെ അറിയപ്പെടാത്ത യാത്ര, അല്ലെ അറിയപ്പെടാത്ത പുറപ്പാട് എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ അതിനോട് ചേർന്ന് രണ്ട് യാത്രകളോട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. ഒന്ന്, ദൈവം പുറപ്പെടുവിച്ച ഇസ്രായേലിന്റെ യാത്ര. മിസ്രൈമിൽ നിന്ന് എങ്ങോട്ടാ വന്ന യാത്ര ചെയ്തേ? കനാനിലേക്ക്. അതൊരു യാത്രയായിരുന്നോ? അതൊരു യാത്രയായിരുന്നു. ഒരു യാത്രയും കൂടെ രൂത്തിന്റെ അമ്മാവി അപ്പനായ എലീമലേക്ക് എവിടുന്ന് യാത്ര ചെയ്തു? ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക്. അപ്പോൾ 3 യാത്രകൾ ഈ ഭാഗത്ത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ആദ്യമായി ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് ചെയ്ത യാത്ര. ദാറ്റ് വാസ് എ ഗ്ലോറിയസ് എക്സഡസ്. ഭയങ്കര ദൈവ വിടുതലും മോശയും ഉയർത്തപ്പെട്ട സർപ്പവും അടിക്കപ്പെട്ട പാറയും പിളർത്തപ്പെട്ട സമുദ്രവും എല്ലാമുള്ള ഒരു ബൃഹത്തായ യാത്രയായിരുന്നു എന്ത്? ആദ്യത്തെ യാത്ര. ആ യാത്ര കനാനിൽ എത്തിച്ചേർന്നു എങ്കിലും അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ന്യായാധിപന്റെ പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നത്. രണ്ടാമത്തെ യാത്ര എലീമിലേക്ക് നടത്തിയൊരു യാത്ര. കനാൻ ദേശത്ത് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച എലീമിലേക്ക് തിരിച്ചു വന്ന ഇടത്തേക്കൊരു മോവാബ് എന്നുള്ള അന്യദേശത്തേക്ക്. മോവാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്രായേലിന്റെ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് പുറത്ത് ഉള്ള ഒരു ജാതീയ ദേശമായിരുന്നു മോവാബ് എന്നുള്ളത്. മോവാബ് എന്ന് പറയുന്നത് ഒരു ജാതീയ ദേശമായിരുന്നു. യഹോവയുടെ ആരാധന ഇല്ലാത്ത, യഹോവയുടെ പെട്ടകമില്ലാത്ത, യഹോവ എന്ന ദൈവാനുഭവം ഇല്ലാത്ത ഒരു ദേശത്തേക്ക് കനാൻ ദേശത്ത് പ്രവേശിച്ച ശേഷം എലീമലേക്ക് യാത്ര ചെയ്യുക. എന്തിനാ യാത്ര ചെയ്തേ? ക്ഷാമം വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ. അപ്പോൾ അതൊരു തിരിച്ചുള്ള മടക്കയാത്രയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് മടക്കയാത്രയാണ് എലീമലേക്ക് നടത്തിയത്. പക്ഷെ ആ യാത്ര ഭൂപ്രകൃതിയിലുള്ള യാത്ര മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പേടകത്തിൽ നിന്ന്, യഹോവയുടെ വിശ്വാസ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള മടക്കയാത്രയാണ് എലീമലേക്ക് നടത്തുന്നത്. അപ്പോൾ 3 യാത്രകൾ ഒരേ പുസ്തകത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം തിരിഞ്ഞു നോക്കുവാൻ ഈ പകൽക്കാലം ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്ന യാത്ര എവിടേക്കാണ്? സിയോനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പ്രതികൂലങ്ങളും ക്ഷാമാനുഭവങ്ങളും കടന്നു വരുമ്പോൾ തിരികെ പോകുന്ന, മോവാബിലേക്ക് തിരികെ പോകുന്ന യാത്രയാണോ എൻ്റെയും നിങ്ങളുടെ സ്വപ്നത്തിലുള്ളത്? അതോ ബേത്ലഹേം എന്ന അപ്പത്തിൻ്റെ വീട്ടിൽ ഭൗതികമായ അപ്പത്തിന് ക്ഷാമമുണ്ടെങ്കിലും ആത്മീയ ആഹാരമായ യഹോവയുടെ പെട്ടകവും ആരാധനയുമുള്ള അവിടെ ഉറച്ചു നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ചോദിക്കുകയാണ്. ഏത് യാത്രയാണ് ഞാനും നിങ്ങളും പ്രിഫർ ചെയ്യുന്നത്? മോവാബിലേക്കാണോ സ്വർഗസിയോനിലേക്കാണോ? അത് തീർച്ചയായും സ്വർഗസിയോനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ക്ഷാമമുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഈ വചന കൂടാരത്തിൽ നിങ്ങളെ ഏറ്റുകൊണ്ടുവന്നിരിക്കുന്ന അനുഭവങ്ങളുടെ തീച്ചൂള എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ ഈ പകൽക്കാലം കർത്താവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, യാത്ര കനാനിലോട്ടോ സ്വർഗസിയോനിലോട്ടോ തന്നെയായിരിക്കണം. മോവാബിലേക്കുള്ള തിരിച്ചുള്ള യാത്ര ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. രൂത്തിന്റെ യാത്രയോ വ്യത്യസ്തമാണ്. ദാറ്റ് വാസ് എ സൈലന്റ് എക്സോഡസ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി തിരിച്ച് മോവാബിൽ നിന്ന് ദൈവത്തിൻ്റെ ദൈവ അനുഭവത്തിലേക്കുള്ള ബേത്ലഹേമിലേക്കുള്ള ഒരു യാത്രയാണ് രൂത്ത് എന്നുള്ള മോവാബി പെൺകുട്ടി നടത്തുന്നത്. അവിടെ മോശയില്ല, അവിടെ മന്നയില്ല. ഓരോ ഉറപ്പും ഉണ്ടോ? എന്തെങ്കിലും ഉറപ്പുണ്ടോ? രൂത്തിന് മോശയോ അബ്രഹാമിന് കിട്ടിയ പോലെ ദൈവത്തിൻ്റെ ശബ്ദമോ
എന്തെങ്കിലും രൂത്ത് കേട്ടതായിട്ട് ബൈബിളിലുണ്ടോ? ഉണ്ടോ? വിശ്വാസം മാത്രം കൈമുതലാക്കി, കാഴ്ചയിലപ്പുറമുള്ള വിശ്വാസം മാത്രം കൈമുതലാക്കി, തൻ്റെ അമ്മാവി അമ്മയുടെ വിശ്വാസം തനിക്കും അത് തന്നെ മതി എന്നുള്ള തീരുമാനത്തോടെ കാഴ്ചയ്ക്കപ്പുറമായി വിശ്വാസത്തിൻ്റെ ചില ഉൾക്കാഴ്ചകൾ കാണുവാൻ രൂത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് അതൊരു നിശബ്ദമായ അറിയപ്പെടാത്ത യാത്രയായി മാറിയത്. ദൈവവചനം, ദൈവശബ്ദം അവൾ കേട്ടതായി നാം കാണുന്നില്ല. എങ്കിലും അവളുടെ അകക്കണ്ണുകളിൽ എന്തുണ്ടായിരുന്നു? വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസത്തിൽ യാത്ര ചെയ്ത രൂത്ത് ഇന്ന് നമ്മളെ വെല്ലുവിളിക്കുകയായി പകൽക്കാലം. കാഴ്ചയ്ക്കപ്പുറത്ത് യാത്ര ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അതോ നമ്മളുടെ യാത്രകൾ ദൈവം നമുക്ക് നൽകിയ വീണ്ടെടുപ്പിൽ നിന്ന് പുറത്തായി മോവാബിലേക്കുള്ള യാത്രയാണോ? മോവാബിന്റെ ചരിത്രം പഠിച്ചാൽ മോവാബ് എന്നുള്ള ദേശം ലോത്തിന്റെ പിൻതലമുറക്കാരുടെ ദേശമാണ്. ലോത്തിന്റെ പിൻതലമുറക്കാർ. ലോത്തിനെ നിങ്ങൾക്കറിയാമോ? അബ്രഹാം ലോത്തും ലോത്തിന്റെ മൂത്ത മകളും തമ്മിലുള്ള പാപപങ്കിലത്തിൽ ജനിച്ച മോവാബ് എന്നുള്ള മകന്റെ പിൻതലമുറക്കാരാണ് മോവാബ് ദേശം. യഹോവയെ അറിയാത്ത നാടാണ്. 10 തലമുറ വരെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശനമില്ലാത്ത നാടാണ് മോവാബ്. അവിടെ നിന്നും ഒരു കൊച്ചു പെൺകുട്ടി ആ ദേശത്തിന്റെ ശാപത്തിൽ നിന്ന് വേർപെട്ട് യഥാർത്ഥമായ ദൈവത്തിലേക്ക് തൻ്റെ വേദനയുടെ അനുഭവങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ എപ്രകാരമാണ് മോൾഡ് ചെയ്യുന്നത്? വേദനയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മോവാബിലേക്കുള്ളതാണോ അതോ ബേത്ലഹേമിലേക്കുള്ളതാണോ? ഈ പകൽക്കാലം നാം നമ്മോട് തന്നെ ചോദിക്കണം, എനിക്ക് വേണ്ടത് മോവാബാണോ അതോ ബേത്ലഹേമാണോ? രൂത്ത് നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, കടബാധ്യതകളുണ്ടാകും, ജോലി ഇല്ലായ്മയുണ്ടാകും. എങ്കിലും എനിക്ക് വേണ്ടത് ഈ ബേത്ലഹേമാണ്, ഇവിടെയുള്ള ദൈവാനുഭവമാണ്. എൻ്റെ ദൈവത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും എന്നുള്ള തീരുമാനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് രൂത്തിന്റെ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് അറിയപ്പെടുന്ന ഇടങ്ങളിലേക്കല്ല, മറിച്ച് എവിടേക്കാ? അറിയപ്പെടാത്ത ചില യാത്രകൾ. ആ യാത്രയിൽ ദൈവവിശ്വാസവും ദൈവാശ്രയവുമാണ് എനിക്കും നിങ്ങൾക്കും കൂട്ടായിരിക്കേണ്ടത്. എലീമേലെക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ നല്ല രസമാണ്. എലീമേലെക്ക് എന്നുള്ള പേരിന്റെ അർത്ഥം എൻ്റെ ദൈവം എൻ്റെ രാജാവെന്നുള്ളതാണ്. എൻ്റെ ദൈവം എൻ്റെ രാജാവായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ബേത്ലഹേം വിട്ട് പോകണമായിരുന്നോ? ദൈവത്തെ നാം രാജാവായി കാണുന്നുവെങ്കിൽ ഭൗതികമായ ക്ഷാമങ്ങളിൽ ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് യാത്ര ചെയ്യണമായിരുന്നോ? എൻ്റെ ദൈവം എൻ്റെ രാജാവ് എന്നുള്ള വിശ്വാസത്തോടെ ബേത്ലഹേമിൽ തൻ്റെ ജീവിതം നിർമ്മിക്കുവാൻ എലീമേലെക്കിന് സാധിച്ചില്ല. പക്ഷേ ചെറിയ പെൺകുട്ടിയായ രൂത്തിലൂടെ ഒരു വീണ്ടെടുപ്പ് അവിടെ സാധ്യമാവുകയാണ്. അവിടെ തിരിച്ച് യാത്ര ചെയ്യുകയാണ് ബേത്ലഹേമിലേക്ക്, തൻ്റെ അമ്മാവി അമ്മയോട് ഒപ്പം തന്നെ. മോവാബ് എന്ന ദേശത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടി. അപ്പോൾ ക്രിസ്തീയ ജീവിതം എപ്പോഴും അറിയപ്പെടുന്ന വഴിയിലൂടെ അല്ല പ്രിയപ്പെട്ടവരെ. അനിശ്ചിതത്വങ്ങൾ കാണും, മുൻപോട്ടുള്ള വഴി ഏത് എന്നറിയപ്പെടാത്തൊരു സമയം കാണും. നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ. അങ്ങനെയുള്ള ചില അടയാളപ്പെടുത്തലുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കുക, നമ്മുടെ യാത്ര കനാനിൽ തന്നെ നിൽക്കണം. അവിടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ നമുക്കുണ്ടാകണം. രൂത്ത് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. അറിയപ്പെടാത്ത ഇടങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നുള്ളത് ഇന്ന് രൂത്തിന്റെ ചോദ്യമാണ്. പലപ്പോഴും വിശ്വാസം നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതാനുഭവങ്ങളിൽ വിശ്വാസം കുറച്ച് പാടാ. കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകത്തിൽ ഒരാളിങ്ങനെ മല കയറി പോവുകയാണ്. മല കയറി ഇങ്ങനെ പോകുമ്പോൾ, ഒരു കീഴ്ക്കാൻ തൂക്കായ മല കയറി പോകുമ്പോൾ കൈ തെറ്റി അയാൾ താഴെ വീഴുക. എവിടെയോ കാലിടർ താഴെ വീണപ്പോൾ അയാൾക്ക് പിടികിട്ടിയത് ഒരു ചെറിയ മരത്തിൻ്റെ കൊമ്പിലാണ്. അയാൾ വിളിച്ച് ചോദിക്കുകയാണ്, അയ്യോ ഓടി വരണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക, ഞാൻ ദൈവമാണ്, ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. ഓ, ദൈവം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് തന്നെ ഭയങ്കര, ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുന്ന ആളാ, എപ്പോഴും ആരാധിക്കുന്ന ആളാ, എന്നെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം. അപ്പം ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്.
നീ രക്ഷിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഈ കമ്പിൽ നിന്ന് കൈ, ഈ പിടിച്ചിരിക്കുന്ന കമ്പിൽ നിന്നൊന്ന് കൈ വിട്ടാ മതി. ആ മനുഷ്യൻ ഇത് കേട്ടപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ചോദിക്കുകയാണ്, ഈസ് ദർ എനിബഡി എൽസ് ഔട്ട് ദർ? വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നെ രക്ഷിക്കാൻ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവം ആ മനുഷ്യനോട് പറയുന്നു, ഈ കമ്പിൽ നിന്ന് കൈവിടുക, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ കമ്പിൽ നിന്ന് കൈവിടാൻ പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുകയാണ്, വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഈസ് ദർ എനിബഡി എൽസ് ഔട്ട് ദർ? നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണോ? ഈസ് ദർ എനിബഡി എൽസ് ടു ഹെൽപ്പ് മീ അതർ ദാൻ ഗോഡ്? ദൈവമല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ദൈവശബ്ദത്തിനെതിരെ നമ്മുടെ ശബ്ദം നമ്മുടെ ഹൃദയങ്ങൾ മുഴങ്ങുന്നുവെങ്കിൽ ഈ പകൽക്കാലം കർത്താവ് പറയുകയാണ്, വിശ്വാസത്തിൽ ജീവിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ലോറ സ്റ്റോറി എന്നുള്ളൊരു പെൺകുട്ടി എഴുതിയൊരു പുസ്തകമുണ്ട്, ലോറ സ്റ്റോറി. അവളുടെ ഭർത്താവ് ബ്രെയിൻ ട്യൂമർ മൂലം കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് അവള് സുവിശേഷ വേലക്കാരിയാണ്. ലോറ സ്റ്റോറി പാട്ടെഴുതുന്ന സ്ത്രീയാണ്, പാട്ടുകാരിയാണ്. ഭർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം ലഭിക്കാതെ വന്നപ്പോൾ അവൾ എഴുതിയൊരു ബുക്കിൻ്റെ പേരാണ് വെൻ ഗോഡ് ഡസൻറ്റ് ഫിക്സ് ഇറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം ഇത് ശരിയാക്കിയില്ലെങ്കിൽ, വൈ ഗോഡ് ഡസൻറ്റ് ഫിക്സ് ഇറ്റ്, ദൈവം ഇത് ശരിയാക്കിയില്ല എങ്കിൽ എന്നുള്ളതാണ് അവളുടെ ബുക്കിൻ്റെ ടൈറ്റിൽ, വെൻ ഗോഡ് ഡസൻറ്റ് ഫിക്സ് ഇറ്റ്. ആ തലക്കെട്ടിനെ ഒത്തിരി ആകർഷിച്ചു. വെൻ ഗോഡ് ഡസൻറ്റ് ഫിക്സ് ഇറ്റ്, ദൈവം നമുക്കെല്ലാം ശരിയാക്കി തരുമെന്ന് നമ്മുടെ വിശ്വാസം. എന്നാൽ ചില അനുഭവങ്ങളിൽ, ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ ഉള്ളപ്പോൾ ലോറ സ്റ്റോറി പറയുകയാണ്, ദൈവം ഇത് ശരിയാക്കി തന്നില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഹി പ്രോമിസസ് ഹിസ് പ്രസൻസ്. എന്താ പറയുന്നേ? അവൻ്റെ സാന്നിധ്യം അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. എൻ്റെ സാഹചര്യം മാറിയാലും മാറിയില്ലെങ്കിലും, എൻ്റെ സാഹചര്യത്തിന് വ്യത്യാസം വന്നാലും വന്നില്ലെങ്കിലും ലോറ സ്റ്റോറി പറയുകയാണ്, എന്ത് പറയുകയാണ്? സാഹചര്യമല്ല, സാന്നിധ്യമാണ് എനിക്ക് വേണ്ടത്. നമ്മൾക്ക് പറയാൻ സാധിക്കും, ആമേൻ, എനിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഏത് പ്രതികൂലങ്ങളിലും, സാഹചര്യം മാറിയാലും മാറിയില്ലെങ്കിലും ദൈവ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. അത് ഡോക്ടർ സെലിൻ്റെ ഉറപ്പല്ല, മറ്റൊരു വ്യക്തിയുടെ ഉറപ്പല്ല, ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. ഹി പ്രോമിസസ് ഹിസ് പ്രസൻസ് വെൻ ഗോഡ് ഡസൻറ്റ് ഫിക്സ് ഇറ്റ്. ദൈവവചനം പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ. അതിനപ്പുറം നമുക്ക് എന്ത് വേണം? ഏത് പ്രതികൂലവുമാകട്ടെ. അപ്പോൾ ഇവിടെ രൂത്ത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ വെല്ലുവിളിക്കുന്നത്, ചില അറിയാൻ വയ്യാത്ത പാതകളിലൂടെ നാം നടക്കേണ്ടി വരുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കനാൻ ദേശം കാണുവാൻ, സ്വർഗ സിയോൻ കാണുവാൻ, ബേത്ലഹേം കാണുവാൻ, ആരാധന ഇടങ്ങൾ കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മുൻപോട്ട് പോകട്ടെ. രണ്ടാമതായി, എന്താണ് രൂത്തിന്റെ ജീവിതം എൻ്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതത്തെ വെല്ലുവിളിക്കുന്നത് എപ്രകാരമാണ്? അമൂല്യമായ ചില സഹയാത്രികളിലൂടെയാണ്. രണ്ടാമതായി പറയുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, ക്രിസ്ത്യ ജീവിതം എന്നുള്ളത് അമൂല്യമായ ചില സഹയാത്രകളാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും തന്നെയാണോ വന്നത്? നമ്മളെല്ലാവരും കുറെ പേരൊക്കെ തന്നെ വന്നു കാണും, ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് വന്നു കാണും. ചില സഹയാത്രകൾ, കമ്പാനിയൻഷിപ്പ്. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നാം തനിയെ നടക്കുന്ന യാത്രയല്ല, മറിച്ച് എന്താണ്? സഹയാത്രകളാണ്. എന്താണ് ഈ സഹയാത്ര? എവിടെയാണ് രൂത്തിന്റെ ജീവിതത്തിൽ സഹയാത്ര? രൂത്ത് ആരോട് ചേർന്ന് നടക്കുകയാണ്? തൻ്റെ അമ്മയോട് കൂടെ. ആരോരുമില്ലാത്ത, അനാഥയാക്കപ്പെട്ട, പ്രായമേറിയ, വിധവയായ, മുൻപോട്ട് ഭാവിയില്ലാത്ത തൻ്റെ അമ്മയായ നവോമിയോട് കൂടെ നടക്കുവാൻ, സഹയാത്രകയാകുവാൻ രൂത്ത് തീരുമാനിക്കുകയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ ലൈഫ് ഓഫ് കമ്പാനിയൻഷിപ്പ്. അമൂല്യമായ, വിലയേറിയ ചില കമ്പാനിയൻഷിപ്സ്, ചില സഹയാത്രകൾ ഞാനും നിങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യ ജീവിതത്തിൽ. ഇന്ന് സഹയാത്രകൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ അവൾ കൂടെ നിൽക്കുകയാണ്. രണ്ട് വാക്കുകളാണ് വിശുദ്ധ വേദപുസ്തകം എബ്രായ ഭാഷയിൽ അതിന് പറയുന്നത്, ദവാക്ക് ആൻഡ് ഹെസദ്. ദവാക്ക് എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ച് നിൽക്കുക. നിങ്ങൾ എന്നും ഓർക്കണം ആ വാക്ക്. ഹെസദ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ദൈവിക രൂപമാണ്. ഹെസദ് എന്ന് പറയുന്നതിൽ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഹെസദ് എന്ന് പറഞ്ഞത്. രൂത്തും അമ്മയും തമ്മിലുള്ള ബന്ധം രണ്ട് വാക്കുകളിലാണ്, ദവാക്ക് ആൻഡ് ഹെസദ്. ഹെസദ് എന്ന് പറഞ്ഞാൽ സ്നേഹം, പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്നേഹം, വിശ്വസ്തതയുള്ള സ്നേഹം, വിട്ടുപോകാത്ത സ്നേഹം.
പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ സ്നേഹം. ഇന്ന് നമ്മൾ എവിടെ ആരുടെ ഒപ്പമാണ് യാത്ര ചെയ്യുന്നത്? എവിടെയൊക്കെയാണ് നാം സഹയാത്രികരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്? കുടുംബത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, സമൂഹത്തിൽ നാം നല്ല സഹയാത്രികരാണോ? ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും നല്ല സഹയാത്രികരാണോ? ആണോ? കൂടെ ഞാനുണ്ട് എന്ന് ഉറപ്പ് കൊടുത്ത ബന്ധങ്ങളിൽ നാം കൂടെ ആയിരിക്കുന്നുണ്ടോ? ചേർത്ത് നിർത്തേണ്ടവരെ ചേർക്കേണ്ടതുപോലെ ചേർത്ത് നിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതൊരു സർക്കിൾ. അവിടെ എപ്രകാരമാണ് നാം സഹയാത്രികരായിത്തീരുന്നത്? കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം വന്നു 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 എന്ന് നാം കേൾക്കുന്നു. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കേൾക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു എന്ന് കേൾക്കുന്നു. ഈ പകൽക്കാലം ക്രിസ്തു നമ്മളോട് ചോദിക്കുകയാണ്, ആർ യു എ ഗുഡ് കമ്പാനിയൻ? ഞാനും നിങ്ങളും നല്ല സഹയാത്രികളാണോ? എൻ്റെ ഭർത്താവിന് ഞാനൊരു സഹയാത്രികയാണോ? വാക്കുകൾക്കപ്പുറത്ത്, ബന്ധങ്ങൾക്കപ്പുറത്ത് ചേർന്ന് നിൽക്കുവാൻ. ഇന്ന് നാം പറയും ഇതൊക്കെ ഡിസ്പോസിബിൾ റിലേഷൻഷിപ്സിന്റെ കാലമാണ്. നമുക്കറിയാം ഡിസ്പോസിബിൾ പേപ്പർ കപ്പ് അല്ലേ? ബന്ധങ്ങളും അതുപോലെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു കാര്യം ചെയ്തു, ഇങ്ങോട്ടൊരു കാര്യം ചെയ്തു. നീ എനിക്ക് ചെയ്താൽ ഞാൻ നിനക്കും ചെയ്യും. ഇതിനപ്പുറത്ത് രൂത്തിന് നവോമിയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് അത് ഇതിനപ്പുറം സഞ്ചരിച്ചൊരു സഹയാത്രികത്വമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ മക്കളോട് എപ്രകാരമാണ് അവരെ കരുതുന്നതും സ്നേഹിക്കുന്നതും. ഇങ്ങോട്ട് കിട്ടുന്നു അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള അപ്പുറത്തായി ബന്ധങ്ങളിൽ കുറച്ചുകൂടെ ആഴം കണ്ടെത്തുവാൻ ഈ പകൽക്കാലം രൂത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ ആർ വി ഡീപ്പ് ഇൻ അവർ റിലേഷൻഷിപ്സ്? നമ്മുടെ ബന്ധങ്ങളിൽ ആഴമുള്ളവരായി തീരുവാൻ, കുറവുകളുള്ളവരെ സ്വീകരിപ്പാൻ. ബലഹീനയായ നവോമി, ഭാവിയില്ലാത്ത നവോമി, മക്കളില്ലാത്ത നവോമി, കുടുംബമില്ലാത്ത നവോമി, അവളോടൊപ്പം യാത്ര ചെയ്യുവാൻ ഒരു സ്ത്രീ തയ്യാറാകുന്നു, ഒരു പെൺകുട്ടി തയ്യാറാകുന്നു. എങ്ങനെയാണ് കുടുംബത്തിൽ നമ്മുടെ ബന്ധങ്ങൾ ഒന്ന് പുനർവായന ചെയ്യുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പുതുക്കം ആവശ്യമാണ്. ഒരു പുതുക്കം ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട്. അവർക്കൊരു സഹയാത്രികയാണോ മാതാവ് എന്ന നിലയിൽ നാം? ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനൊരു സഹയാത്രികയാണോ നാം? രൂത്തും നവോമിയുള്ള ബന്ധം എന്നുള്ളത് ദൈവം നമ്മളെ സ്നേഹിച്ച ബന്ധത്തിന് തുല്യമാണ് എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചതുപോലെ, അതിനാണ് ആ രണ്ട് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്. 136 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. ആ 26 തവണ എന്തോ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. രൂത്ത് നവോമിയോട് കാണിച്ച ബന്ധത്തിന് അതേ വാക്കാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. എന്നേക്കുമുള്ള ഒരു സ്നേഹബന്ധത്തിൽ നമ്മുടെ യാത്രകൾ സഹയാത്രകളാകുന്നുണ്ടോ? അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് എത്രയോ ബന്ധങ്ങളിൽ സഹയാത്രികയാകുവാൻ പറ്റും. ഇടവകയിൽ, നമ്മുടെ പള്ളികളിൽ തന്നെ തനിയായിരിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, നമുക്ക് തനിയായിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊരു കമ്പാനിയൻഷിപ്പ് കൊടുക്കുവാൻ, സഹയാത്രികരായി തീരുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രസംഗവും വ്യർത്ഥമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പകൽക്കാലം കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നാം നല്ലൊരു സഹയാത്രികയായി മാറുവാൻ സാധിക്കുമോ? എപ്രകാരം നമ്മുടെ ബന്ധങ്ങളിൽ ഒരു പുതുക്കം ആവശ്യമാണ്. അങ്ങനെയുള്ള സഹയാത്രിക ബന്ധത്തിലേക്ക് രൂത്ത് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ തന്നെ നാം എന്നും കാണുന്ന മനസ്സുകളെ നാം അറിയാതെ പോകുന്നുണ്ടോ? നമ്മളെയും അങ്ങനെ മനസ്സിലാക്കാത്തവരുണ്ടെന്ന് നമ്മുടെ പരാതിയുണ്ട്. പക്ഷെ നമ്മളും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? ഹൃദയങ്ങളെ മനസ്സിലാക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ സഹയാത്രികരാകാൻ സാധിക്കത്തുള്ളൂ. എലിസബത്ത് ബ്രൗണിംഗ് എന്ന് പറയുന്ന ഒരു കവയത്രിയുണ്ട്. എലിസബത്ത് ബ്രൗണിംഗ് അവളുടെ അപ്പൻ്റെയും അമ്മയുടെയും ആയുള്ള ബന്ധത്തിൽ ഒരു പിണക്കം സംഭവിച്ചു കഴിഞ്ഞു. അവൾ കല്യാണം കഴിച്ച റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന ഒരാളോട് കൂടെ പോകുമ്പോൾ അവളുടെ അപ്പൻ ആ വിവാഹബന്ധത്തിൽ ഇഷ്ടമില്ലായിരുന്നു. അവൾ ആ അപ്പൻ ആ വിവാഹബന്ധത്തിൽ ഇഷ്ടമില്ലാതെ പോയപ്പോൾ ആ ബന്ധത്തിലൊരു വിള്ളൽ സംഭവിച്ചു. എന്നാൽ എലിസബത്ത് ബ്രൗണിംഗ്
എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഓരോ കത്ത് വീതം തൻ്റെ അപ്പൻ എഴുതുകയാണ്, കത്തെഴുതുകയാണ്. എല്ലാ മാസവും അവളല്ലേ എല്ലാ ആഴ്ചയും ആര് കത്തെഴുതുക? ബ്രൗണിങ് ഒരു കത്തെഴുതുക. ആർക്ക്? തൻ്റെ അപ്പൻ. ഈ ബന്ധമൊന്ന് നല്ലതാകണം. കുറേ കാലം കത്തെഴുതി, നാളുകൾ കത്തുകൾ എഴുതി. നാളുകൾ കത്തുകൾ എഴുതി കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പാഴ്സൽ കിട്ടി. ആ പാഴ്സൽ കിട്ടി, അത് തുറന്നു നോക്കി അവൾ ഞെട്ടിപ്പോയി. ഇതുവരെ താൻ എഴുതിയ കത്തിൽ ഒന്നുപോലും പൊട്ടിക്കാതെ, ഒന്നുപോലും പൊട്ടിച്ച് വായിക്കാതെ തിരിച്ചയച്ചിരിക്കുന്നു. തൻ്റെ അപ്പൻ അതിനുശേഷം മരണപ്പെടുകയാണ്. ആ കത്തുകളെല്ലാം കൂടെ സമാഹരിച്ചൊരു പുസ്തകമാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ല പുസ്തകങ്ങൾ, ഒരു കവിതാ പുസ്തകം പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകമാണത്. ദ ലെറ്റേഴ്സ് ഓഫ് എലിസബത്ത് ബ്രൗണിങ്. ഒരു കത്ത് പോലും അപ്പൻ പൊട്ടിച്ച് വായിക്കാതെ അവള് ഒരു കത്തെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മകളുമായുള്ള ബന്ധത്തിൽ എത്രമാത്രം വ്യത്യാസം വന്നേനെ. എത്രയോ പൊട്ടിക്കാത്ത കത്തുകൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്. നമ്മൾ അറിയേണ്ട പോലെ അറിയാതെ പോയ ബന്ധങ്ങൾ. ബന്ധങ്ങളിൽ കുറച്ചും കൂടെ ഊഷ്മളത വേണമെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും. ഒരു കുരങ്ങൻ ഒരു പാവക്കുട്ടിയുമായിട്ട് നടക്കുന്നത് കണ്ടു കാണും അല്ലേ? കുറേ പേരൊക്കെ കണ്ടോ? പഞ്ചെന്ന് പറയുന്ന ഒരു കുരങ്ങൻ തൻ്റെ അമ്മ, മക്കാക്കു എന്ന് പറഞ്ഞ ഒരു വർഗത്തിൽപ്പെട്ട കുരങ്ങൻ, അതിനെ അമ്മ അതിനെ ആട്ടി ഓടിച്ചു കഴിഞ്ഞു. അവനെ ആരും സ്വീകരിക്കുന്നില്ല. എന്നാൽ ഒരു ഒറാങ്ങുട്ടാൻ പാവയെ തൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന പഞ്ചെന്നുള്ള കുരങ്ങൻ്റെ ചിത്രമാണ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഉണ്ടായിരുന്നത്. പകൽക്കാലം പൊട്ടിക്കാത്ത എത്രയോ കത്തുകൾ ഉണ്ട് എങ്കിൽ അത് പൊട്ടിച്ചു വായിക്കേണ്ട സമയമാണിത്. എല്ലാ വർഷവും നാം കൺവെൻഷനിൽ വരുന്നു, വചനം കേൾക്കുന്നു. മാറ്റം എന്തുണ്ടാകുന്നു എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും? നിങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ തിരിച്ചറിയപ്പെടാത്ത കത്തുകളും പൊട്ടിക്കാത്ത കത്തുകളും ഉണ്ട് എങ്കിൽ ഈ പകൽക്കാലം അവരെ ഒന്ന് തൊട്ടറിയുവാൻ, നിങ്ങളുടെ പള്ളികളിലുണ്ട് എങ്കിൽ, നാം അറിയുന്ന സമൂഹങ്ങളിലുണ്ട് എങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുവാൻ, ആ കത്തുകളൊക്കെ ഒന്ന് വായിക്കുവാൻ ഈ പകൽക്കാലം ക്രിസ്തു നമ്മെ രൂത്തിന്റെ ജീവിതത്തിലൂടെ വെല്ലുവിളിക്കാൻ. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് തനിയെ യാത്രയല്ല. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് തനിയെയുള്ള യാത്രയല്ല, അതൊരു സഹയാത്രയാണ്. എന്നെ ഏൽപ്പിച്ച കുടുംബത്തോടൊപ്പം, എന്നെ ഏൽപ്പിച്ച ഇടവകയോടൊപ്പം, എന്നെ ഏൽപ്പിച്ച സഭയോടൊപ്പം ഒരു എന്താണ് ഒരുമിച്ചുള്ള യാത്രയാണ്. അപ്പോൾ പൊട്ടിക്കാത്ത കത്തിലുണ്ടെങ്കിൽ വായിക്കപ്പെടണം. ആലിംഗനം ചെയ്യപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ കഴിയണം. എത്ര നാളായി നാം ഒരു സ്നേഹപ്രകടനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട്? ചിന്തിച്ചു നോക്കി. പഠിക്കടാ 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 എന്ന് നമ്മൾ പറയുമായിരിക്കും. പരീക്ഷയാടാ 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 എന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ അമ്മയാ. എന്നാൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനോ ഒന്ന് ചേർത്ത് നിർത്തുവാനോ, അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടടാ, എനിക്ക് എൻ്റെ മോനോട് സ്നേഹമുണ്ട് എന്ന് എൻ്റെ മോൻ അറിഞ്ഞില്ലെങ്കിൽ വല്ല പ്രയോജനം ഉണ്ടോ? ഉണ്ടോ? എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന് എനിക്ക് അവരോട് സ്നേഹമുണ്ട് എന്ന് അറിഞ്ഞില്ലെങ്കിൽ സ്വന്തം മക്കളെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്ന, ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, ഒന്ന് ആലിംഗനം ചെയ്യുവാൻ സഹയാതൃത്വം ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അങ്ങനെ ആലിംഗനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇന്നതിനൊരു മാറ്റം സംഭവിക്കണം. ഹൃദയപൂർവ്വം ചേർന്നിരിപ്പാൻ, ഹൃദയപൂർവ്വം, അങ്ങോട്ട് കിട്ടി ഇങ്ങോട്ട് കിട്ടി എന്നുള്ളതല്ല, മറിച്ച് ഹൃദയപൂർവ്വം ചേർന്നിരിപ്പാൻ, ബന്ധങ്ങളിൽ പുതുക്കമുണ്ടാകുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ ഒരു പുതുക്കം സംഭവിപ്പാൻ രൂത്ത് നമ്മെ വെല്ലുവിളിക്കുക. കൊച്ചു പെൺകുട്ടിയെ മുൻപോട്ട് പോകട്ടെ. മൂന്നാമതായി എന്താണ് രൂത്തിന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? രൂത്തിന്റെ പുസ്തകം നമ്മുടെ ക്രിസ്തീയ ജീവിതം അടയാളപ്പെടുത്തേണ്ടത് ചില ആഴമേറിയ ദൈവാനുഭവങ്ങളിലാണ് എന്ന് രൂത്തിന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു, ചില അറിയപ്പെടാത്ത യാത്രകളിലാണ് ക്രിസ്തീയ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. രണ്ട്, ഞാൻ പറഞ്ഞു, അമൂല്യമായ ചില സഹയാത്രികളിലാണ് ക്രിസ്തീയ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. മൂന്ന്, ആഴമേറിയ ചില ദൈവാനുഭവങ്ങളിലാണ് ക്രിസ്തീയ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. എന്തോ ആഴമേറിയ ദൈവാനുഭവം? രൂത്ത് പുസ്തകം 1ഉം 2ഉം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. രൂത്തിന്റെ പുസ്തകം 3ഉം 4ഉം അല്ല 2ഉം 3ഉം 4ഉം എന്നുള്ളത് അവൾ ബേത്ലഹേമിൽ വന്നതിന് ശേഷമുള്ള അനുഭവമാണ്. അവൾ ബേത്ലഹേമിൽ എത്തിച്ചേരുമ്പോൾ യവക്കോത്തിന്റെ സമയമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൾ 2ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, സമയമില്ലാത്തത് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല. 2ഉം 3ഉം 4ഉം അധ്യായങ്ങൾ ശ്രദ്ധാപൂർവ്വം വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ നാം കാണുന്നു, യവക്കോത്തിന്റെ സമയത്ത് രൂത്തും നവോമി എവിടെ എത്തുന്നു? ബേത്ലഹേമിൽ. നിങ്ങൾ ഉറങ്ങുവാണോ? ബേത്ലഹേമിൽ എത്തുന്നു. താങ്ക് യു.
ബേത്ലഹേമിലെത്തുന്നു. ബേത്ലഹേമിലെത്തുമ്പോൾ കഴിക്കാനൊന്നുമില്ല, ഭക്ഷണമില്ല, നോക്കാൻ ആളില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ. മാറ എന്ന് പറഞ്ഞാണ് ആര് വരുന്നത്? നവോമി വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് സന്തോഷം, നവോമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നൊക്കെയാണ്. പക്ഷെ തിരിച്ചു വരുന്ന അവൾ പറയുന്നത്, അവളെ സ്വീകരിക്കാൻ വരുന്ന സ്ത്രീകളോട് പറയുന്നത്, ഞാൻ മാറ, കയ്പാണ് എൻ്റെ ജീവിതം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ യവക്കൊയ്ത്തിന്റെ സമയത്ത് ബേത്ലഹേമിൽ എത്തിച്ചേരുന്ന രൂത്ത് 2-3 അധ്യായങ്ങൾ നാം കാണുന്നു. കാലാ പെറുക്കുവാൻ ബോവസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വയലിലേക്കാണ്. എന്താ ഈ കാലാ പെറുക്കുക എന്ന് പറഞ്ഞ? എന്തോ ഈ കാലാ പെറുക്കുക എന്ന് പറഞ്ഞ? ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ കാലാ പെറുക്കലിന്റെ ദൈവശാസ്ത്രം നമുക്ക് മനസ്സിലാവും. എന്താ കാലാ പെറുക്കൽ എന്ന് പറഞ്ഞാൽ? അതായത് വിധവ, പരദേശി, ഒന്നുമില്ലാത്തവര് കൊയ്ത്തിന്റെ സമയത്ത് കറ്റകളെല്ലാം കെട്ടുന്ന സമയത്ത് താഴെ വീഴുന്ന പോകുന്ന ചെറിയ കറ്റകൾ പറക്കുവാൻ ഉടമസ്ഥന് അനുവാദം ഇല്ല. ഉടമസ്ഥനല്ല, അത് പരദേശി, വിധവ, അനാഥർ, അവർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ താഴെ വീഴുന്ന ചെറിയ കൊയ്ത്തിന്റെ അനുഭവങ്ങളിലൂടെ തൃപ്തിപ്പെടുവാൻ തയ്യാറായി രൂത്ത് ബോവസിന്റെ വയലിലേക്ക് കടന്നു പോകുന്നു. അവിടെ കാലാ പെറുക്കുന്ന രൂത്താണ് ആദ്യം വരുന്നത്. 2-ാം അധ്യായത്തിൽ ആദ്യം കാണുന്നത്. അവിടെ കാലാ പെറുക്കുമ്പോൾ ബോവസ് അവളെ തിരിച്ചറിയുകയാണ്. ബോവസ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെല്ലാം ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ് മക്കളെ. ക്രിസ്തുവിൻ്റെ, നമ്മളതിൻ്റെ ടിപ്പോളജി എന്നൊക്കെ പറയാം. അതായത് കർത്താവില്ലാതെ വേദപുസ്തകത്തിൽ ഒരു പഴയ നിയമവും ഇല്ല, പുതിയ നിയമവും ഇല്ല. ക്രിസ്തുവിൻ്റെ മുന്നോടിയായുള്ള പ്രതീകമായി ബോവസിനെ നാം കാണുന്നത്. അവൾ കാലാ പെറുക്കുവാൻ പോകുന്നത് ബോവസിന്റെ വയലിലാണ്. ബോവസ് അവളോട് പറയുകയാണ്, മകളെ, നീ കാലാ പെറുക്കുവാൻ ഇനി വേറെ എങ്ങും പോകണ്ട, ഇവിടെ വന്നാൽ മതി. എൻ്റെ വേലക്കാരൻ നിന്നെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെള്ളമുണ്ട്, അത് നീ കുടിക്കണം. പിന്നെന്തു പറഞ്ഞേ? അപ്പം ചാറിൽ മുക്കി കഴിക്കണം. വീട്ടിൽ പോയി വായിക്കുമ്പോൾ നല്ല രസമാണ്, ഒരു ചെറുകഥ വായിക്കുന്ന പോലെ രസമാണ്, പുസ്തകം വായിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ബോവസിന്റെ വയലിൽ അവൾ കാലാ പെറുക്കാൻ പോവുകയാണ്. 2-ാം അധ്യായത്തിൽ ഒന്നുമില്ലാത്ത തൻ്റെ അനുഭവങ്ങളിൽ ദൈവം ഒരുക്കുന്ന ചില ദൈവ അനുഭവങ്ങൾ നമുക്കുമുണ്ട് പ്രിയമുള്ളവരെ. മാറ എന്നുള്ള അനുഭവത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ യാതൊരു പുരോഗതിയും ഇല്ല, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം കയ്പാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ചില വയലുകൾ ദൈവാനുഭവങ്ങളുടേത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് വെളിപ്പെട്ട് വരികയുള്ളൂ. അങ്ങനെയുള്ള അവൾ ബോവസിലെ വയലിൽ ചെല്ലുമ്പോൾ അവിടെ കാലാ പെറുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കാരുണ്യത്തിൻ്റെ അനുഭവമാണ്, ഒന്നുമില്ലായ്മയുടെ അനുഭവമാണ്. അവിടെ അവളെ കാത്തിരിക്കുന്നത് അവളുടെ വീണ്ടെടുപ്പുകാരനാണ്. ബോവസിനെ അങ്ങനെയാ പറയുന്നത്, അവളുടെ വീണ്ടെടുപ്പുകാരൻ. മാറായുടെ അനുഭവങ്ങളിൽ കാലാ പെറുക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ എന്ന് ചിന്തിച്ച അനുഭവങ്ങളിൽ ഈ പകൽക്കാലം ക്രിസ്തു പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാണ്, മറ്റാരുമില്ല. ബോവസിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണുവാനാണ് രൂത്തിന്റെ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. ക്രിസ്തുവായ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ കാലാ പെറുക്കുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ, അതാണ് ഞാൻ പറഞ്ഞത്, ആഴമേറിയ ദൈവാനുഭവം ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന രൂത്ത്. അവൾ അവിടെ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ക്രിസ്തുവുമായുള്ള ബോവസിന്റെ ഇടത്ത് അവൾക്ക് ഭക്ഷണം, പാനീയം, കൂട്ടായ്മ, സംരക്ഷണം എല്ലാം ആര് കൊടുക്കുക? ബോവസ് കൊടുക്കുക. ദൈവം നമ്മളെ വിളിക്കുന്നത് ക്രിസ്തുവുമായുള്ള ഈ കൂട്ടായ്മ ബന്ധത്തിലേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ നാം വായിക്കുന്നു, പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ, തിബരിയാസ് കടൽക്കരയിൽ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നുണ്ട്. ബോവസിന്റെ വയലിൽ കാലാ പെറുക്കുന്ന രൂത്തും കണ്ടെത്തുന്നത് അതേ ക്രിസ്തുവിനെ തന്നെയാണ്. ഭക്ഷണം ഒരുക്കി, നീ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, സംരക്ഷണയുണ്ട്, കാലാ പെറുക്കിക്കോളൂ എന്ന് പറയുന്ന ബോവസിലൂടെ ഒരു ക്രിസ്തുവിനെ തന്നെയാണ് വരച്ചു കാട്ടുന്നത് രൂത്തിന്റെ പുസ്തകം. ഇന്ന് നിങ്ങൾ ഞാനും കാലാ പെറുക്കുന്ന അനുഭവത്തിലാണ് കടന്നു വന്നിരിക്കുന്നത് എങ്കിൽ അവിടെ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർ മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഒരു വീണ്ടെടുപ്പുകാരൻ ഈ പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട്. ഏത് കാലാനുഭവമായിക്കൊള്ളട്ടെ, അനാഥർക്ക്, വിധവർക്ക്, പരദേശികൾക്ക് പറക്കിയെടുക്കുവാൻ കാല അവശേഷിപ്പിക്കുന്ന ആ ഒരു അനുഭവത്തിൽ ആ ശേഷിപ്പുകൾ മാത്രമേ എനിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ
എൻ്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ദൈവാനുഭവങ്ങൾ അവിടെ ആഴമേറിയതായി മാറുമെന്നുള്ളത് നിസ്സംശയം എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. വേദനപ്പെടുന്ന അനുഭവങ്ങളിൽ എന്തുമാകട്ടെ, എനിക്ക് പറയാനുള്ളത് ദൈവസ്നേഹത്തെ പറ്റി മാത്രമല്ല. തുടക്കത്തിലും അത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ഏതനുഭവത്തിലും ദൈവാനുഭവത്തെ ആഴമേറിയതാക്കുന്നതാണ്. ആ കൂട്ടായ്മയിലാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ഞായറാഴ്ചയും കൃപാനയിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിപ്പാനും കണ്ടെത്തുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ജീവിതം മാറായല്ല, മധുരം തന്നെയാണ്. കർത്താവിനെ സ്വീകരിക്കാൻ തിരുശരീരവും തിരുരക്തവും നമ്മൾ കൈക്കൊള്ളുമ്പോൾ ക്രിസ്തു വിളിച്ചിരിക്കുന്നത് ഈ ഒരു കൂട്ടായ്മയിലേക്ക് തന്നെയാണ്. തൻ്റെ ശരീരവും തൻ്റെ രക്തവും മുറിച്ച് നമ്മെ തീറ്റുമ്പോൾ മധുരമായി മാറുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാലായുടെ അനുഭവത്തിൽ നിന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ ക്രിസ്തുവിന് കഴിയുമെന്നുള്ളത് ഓരോ ഞായറാഴ്ചയും തൻ്റെ തിരുശരീരവും അതിനപ്പുറം നമുക്ക് വേണ്ടത് എന്താണ്? ഏത് സമൃദ്ധിയാണ് നമുക്ക് വേണ്ടത്? ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ രക്തവും ഭക്ഷിച്ച് അത് കുടിച്ച് ജീവിതത്തിൽ ജീവിപ്പാനുള്ള ശക്തി ആർജിച്ച് ഏൽപ്പിക്കുന്ന കാലം ഈ ഭൂമിയിൽ ജീവിപ്പാനും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിപ്പാനുമാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദൈവിക അനുഭവം ആഴമേറിയതാണ്. അതാണ് ബോവസിന്റെ വയലിലെ അനുഭവം. 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ വരുമ്പോൾ നാം കാണുന്നത് അടുത്തൊരു അനുഭവം കൂടെയുണ്ട്, മെതിക്കളത്തിന്റെ അനുഭവം. കാലാ പരക്കുന്നത് വയലിലാണ്. അടുത്ത ദിവസം അവൾ കടന്നു പോകുന്നത്, അടുത്ത രാത്രിയിൽ കടന്നു പോകുന്നത് മെതിക്കളത്തിലേക്കാണ്. യവക്കൊയ്ത്ത് കഴിഞ്ഞ് എന്താണ് അത് അവിടെയാണ് ബോവസിന്റെ 2-ാമത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ അതും ഒരു ആഴമേറിയ ദൈവാനുഭവത്തിന്റെ ഉദാഹരണമാണ്. അവിടെ നാം കാണുന്നു, നിന്റെ പുതപ്പ്, വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം 3-ാം അധ്യായം. നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടുക, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലയോ. രൂത്ത് ബോവസിനോട് പറയുന്ന വാക്കാണ്, നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടുക, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലയോ. മെതിക്കളം എന്ന് പറഞ്ഞാൽ അതൊരു ശുദ്ധീകരണത്തിൻ്റെ ഇടമാണ്. അതൊരു ശുദ്ധീകരണത്തിൻ്റെ ഇടമാണ് മെതിക്കളം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിന്റെ പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ എവിടെയെല്ലാം മെതിക്കളങ്ങളുണ്ടോ അവിടെയെല്ലാം ദൈവാനുഭവങ്ങൾ ഉള്ളതായി നാം കാണുന്നു. രൂത്തിന്റെ പുസ്തകം മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അരവനയുടെ മെതിക്കളത്തിൽ ദാവീദ് രാജാവിനെ. മെതിക്കളം അവിടെ ആ സംഭവം പൂർണ്ണമായി ഞാൻ പറയുന്നില്ല, സമയമില്ല, നമുക്ക് നമ്മുടെ വിഷയത്തിനപ്പുറത്തായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ വീട്ടിൽ ചെന്ന് 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു മെതിക്കളം കാണുന്നുണ്ട്, ദാവീദ് രാജാവിനെ കാണുന്നുണ്ട്. ദാവീദ് രാജാവ് ഈ മെതിക്കളത്തിൽ യാഗപീഠം പണിയുന്നതായി അവിടെ നാം വായിക്കുന്നു. മെതിക്കളം പേരുകൊണ്ടും അനുഭവം കൊണ്ടും വേദനയുടെ അനുഭവമായിരിക്കാം, ശുദ്ധീകരണത്തിന്റെ അനുഭവമായിരിക്കാം, വീണ്ടെടുപ്പിന്റെ അനുഭവമായിരിക്കാം. എന്നാൽ അവിടെ യാഗപീഠം പണിയുന്ന ദാവീദ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മെതിക്കളത്തിന്റെ അനുഭവത്തിൽ യാഗപീഠം പണിയുന്ന ദാവീദ്, രൂത്തിന്റെ പുസ്തകത്തിൽ മെതിക്കളത്തിൽ നിന്റെ പുതപ്പ് എൻ്റെ മേലിടുക എന്ന് പറയുന്ന രൂത്ത്. പുതപ്പിടുന്നത് ഉടമ്പടി ബന്ധമാണ്. പുതപ്പിടുന്നത് എന്താണ്? ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി ബന്ധത്തിന്റെ പ്രത്യേകത എന്താ? ചുമ്മാ നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് പോലെയല്ല. കല്യാണം നമ്മളൊരു ഉടമ്പടി ബന്ധമാണ് എന്ന് പറയുന്ന പോലെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമല്ലോ, എപ്പോഴെങ്കിലും മുറിക്കാവുന്ന കോൺട്രാക്റ്റില്ല. ഉടമ്പടി ബന്ധം എന്നുള്ളത് നിത്യമായ ബന്ധത്തിന്റെ സൂചനയാണ്. ഇതേ ഉടമ്പടി ബന്ധമാണ് ക്രിസ്തുവും സഭയും തമ്മിൽ. ഞാനും നിങ്ങളോടും, എന്നോടും നിങ്ങളോടും ക്രിസ്തുവിനുള്ളത് ഇതേ ഉടമ്പടി ബന്ധമാണ്. തൻ്റെ ചോര ഇറ്റിറ്റ് വീണപ്പോഴും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ വെടിഞ്ഞ ക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്ത് നമ്മെ നേടിയതാണ്. ആ ഒരു ഉടമ്പടി ബന്ധം എന്ന് പറയുന്നത് ഇന്ന് കണ്ട് നാളെ പോകുന്നതല്ല. അനുഭവങ്ങളിൽ വേദന ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഉടമ്പടി ബന്ധത്തിൻ്റെ, ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തെ പറ്റി ഓർത്തു നോക്കണം. രൂത്ത് പറയുകയാണ്, നിന്റെ പുതപ്പ് എൻ്റെ മേലിടുക. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലാണ്. ബോവസ് എന്നുള്ള വ്യക്തി ക്രിസ്തുവിന് മുന്നോടിയായി നമ്മുടെ മുൻപിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ പുതപ്പിൻ്റെ അടിയിലാണ് ഞാനും നിങ്ങളും എന്നുള്ളത്. മെതിക്കളത്തിൻ്റെ അനുഭവം വേദനാജനകം തന്നെയായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നല്ലോ, ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്ന ചില ഓർമ്മകളുടെ കാലമാണ്. ഫെബ്രുവരി മാസം ഏകദേശം ഒരു 2013 ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചൊരു സമയമുണ്ട്. അങ്ങനെ ഭൂമിയുടെ ഞാൻ മാറ്റപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചൊരു സമയത്തിൽ നിന്ന് ദൈവത്തോട് ഞാൻ 10 വർഷമാണ് ചോദിച്ചത്. ആ 10 വർഷവും കഴിഞ്ഞു, 3-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. 2013 എൻ്റെ ആയുസ് ഒരു 10 വർഷം നീട്ടി. എൻ്റെ കൊച്ചിന് 5 വയസ്സേ ഉള്ളൂ.
ആയുസ് ഒരു 10 വർഷവും കൂടെ ഒക്കെ നീട്ടി തന്നാൽ കൊച്ചിനൊരു 15 വയസ്സാകുമല്ലോ എന്ന് ദൈവത്തോട് ചോദിച്ച ചില അനുഭവങ്ങളിൽ 10 വർഷവും കഴിഞ്ഞു. പിന്നീട് എൻ്റെ കുഞ്ഞിനിപ്പോൾ 17 വയസ്സായിട്ടുണ്ട്. 18 വയസ്സിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ ദൈവസ്നേഹത്തെ പറ്റി എഴുന്നേറ്റ് നിൽപ്പാൻ എനിക്ക് സാധിക്കുന്നത്, എനിക്കറിയാം മെതിക്കളത്തിൻ്റെ അനുഭവങ്ങളിൽ എന്നെ പുതിഞ്ഞു നിൽക്കുന്ന ഒരു പുതപ്പിൻ്റെ അനുഭവമുണ്ട്. ആ പുതപ്പിൻ്റെ അനുഭവത്തിലാണ്. അനുഭവങ്ങൾ വ്യത്യാസമുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചില്ല, ഇന്ന് ഞാൻ ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുമെന്ന്. എന്നാൽ എഴുന്നേറ്റ് നിർത്തി വചനം പറയിപ്പിക്കാൻ നിർത്തുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പുതപ്പിൻ്റെ അടിയിലാണ് ഞാൻ നിങ്ങളും ചിന്തിച്ചാൽ മതി. എല്ലാ അനുഭവങ്ങളും തീജ്വാല ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ രൂത്ത് പറഞ്ഞതുപോലെ നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടുക എന്ന് ഈ പകൽക്കാലം കർത്താവ് ഇട്ടിട്ടുണ്ട്. ആ പകൽക്കാലം എൻ്റെ പുതപ്പ് വാഹിയായി ഇവിടുന്ന് കടന്നു പോകുവാൻ, ക്രിസ്തുവിൻ്റെ വാഹിയായി ഇവിടുന്ന് കടന്നു പോകുവാൻ സാധിക്കണം. അപ്പോൾ മെതിക്കളങ്ങൾ ദാവീദ് പറയുന്ന പോലെ യാഗപീഠങ്ങൾ പണിയാനുള്ളതാണ്. നമ്മുടെ യാഗപീഠങ്ങൾ എപ്രകാരമാണ് നാം പണിതിരിക്കുന്നത്? മെതിക്കളങ്ങൾ യാഗപീഠങ്ങൾ പണിയുവാനുള്ളതാണ്. ആരാധന ഇടങ്ങൾ പണിയുവാനുള്ളതാണ്. ജീവിതാനുഭവങ്ങളിൽ വേദനകൾ വരുമ്പോൾ നിരാശരാകുകയല്ല, തിരിച്ച് മോവാബിലേക്ക് യാത്ര ചെയ്യുകയല്ല, മറിച്ച് പണിയേണ്ടത് എന്താണ്? യാഗപീഠങ്ങളാണ്. പ്രാർത്ഥനയുടെ യാഗപീഠം, ആരാധനയുടെ യാഗപീഠം, വചനം വായിക്കുന്നതും പഠിക്കുന്നതുമായ യാഗപീഠം എൻ്റെ ജീവിതത്തിൽ പണിതെടുക്കേണ്ട സമയമാണ് മെതിക്കളങ്ങളുടെ അനുഭവങ്ങൾ. കുടുംബത്തിനകത്ത് നമുക്ക് യാഗപീഠങ്ങളുണ്ടോ? ഇന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും കർത്താവിന് ചോദിക്കാനുള്ളത്, എപ്രകാരമാണ് നമ്മളെ ഏൽപ്പിച്ച കുടുംബങ്ങളിൽ നാം യാഗപീഠങ്ങളെ പണിതിരിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം, നമ്മുടെ ആരാധന അനുഭവം, നമ്മുടെ സഭാജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാഗപീഠ അനുഭവമായി കാണപ്പെടുന്നുണ്ടോ? ഞാൻ ജനിച്ചതുകൊണ്ട് ക്രിസ്തു എൻ്റെ വിശ്വാസിയായി എന്നുള്ളതല്ല, അനുഭവം കൊണ്ട് നമ്മുടെ തലമുറകൾ ക്രിസ്ത്യാനികളായി മാറണമെങ്കിൽ വിശ്വാസം പഠിപ്പിക്കുകയല്ല, വിശ്വാസം പകരപ്പെടുകയാണ് വേണ്ടത്. സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ, കോളേജിൽ പോയി പഠിക്കുന്നത് പോലെ, ഡിഗ്രി നേടുന്നത് പോലെ വിശ്വാസം പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസം പകരപ്പെടേണ്ട ഒന്നാണ്. ഫെയ്ത്ത് ഈസ് നോട്ട് ടോട്ട്, ഫെയ്ത്ത് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ്. വിശ്വാസം പകരപ്പെടേണ്ടത് ആരിലൂടെയാണ്? വിശ്വാസം പകരപ്പെടേണ്ടത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. നമ്മളിൽ ഓരോരുത്തരോടുമാണ് നമ്മുടെ തലമുറകൾ വിശ്വാസം കണ്ടെത്തേണ്ടത്. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ പണിയേണ്ടത് കുടുംബത്തിൻ്റെ ഉള്ളിൽ ചില യാഗപീഠങ്ങളാണ്. മെതിക്കളത്തിൻ്റെ അനുഭവങ്ങൾ ഭവനത്തിൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകുന്ന മാതാക്കളല്ല, തകർന്നു പോകുന്ന മാതാക്കളല്ല, ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് യാത്ര ചെയ്യുന്ന മാതാപിതാക്കളല്ല, മറിച്ച് ബേത്ലഹേമിൽ ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ചില യാഗപീഠങ്ങൾ ഒരുമിച്ച് പണിയുവാൻ കുടുംബമായി നമുക്കെല്ലാവർക്കും സാധിക്കണം. മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടെങ്കിൽ, അപ്പനുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകത്തില്ല. ആമേൻ. മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, പ്രാർത്ഥന കഴിഞ്ഞ് മക്കളുടെ തലയിൽ കുരിശു വരച്ച് എഴുന്നേൽക്കുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ഒന്നുമല്ല 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ഇന്നത്തെ വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാ. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകേണ്ടത് എപ്പോഴാ? പ്രതികൂലങ്ങൾ വരുമ്പോൾ പരസ്പരം പഴിചാരാനല്ല, പരസ്പരം കുറ്റപ്പെടുത്താനല്ല, ഒരുമിച്ച് മുട്ടുകുത്തിയിരിക്കുവാൻ. അല്ലെങ്കിൽ അമ്മമാർ തനിയാണെങ്കിൽ അവർ മുട്ടുകുത്തിയിരിക്കാൻ ഒരു കുടുംബത്തിലൊരു പായ ഉണ്ടെങ്കിൽ അതൊരു അടയാളമാണ് പ്രിയപ്പെട്ടവരെ. അതൊരു യാഗപീഠമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നതിനെ പറ്റി നമ്മൾ വളരെ വറീഡാണ്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയെപ്പറ്റി നമുക്ക് ഒത്തിരി കുറവുകളൊക്കെ പറയാൻ കാണും. എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ തലമുറ ഒത്തിരി കുറവുകളുണ്ടെങ്കിലും അവർ ഭയങ്കര ഒതൻറ്റിക് തലമുറയാണ്. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്താലും നമ്മൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നേടാൻ പറ്റത്തില്ല. ഈ ജെൻസി എന്ന് നമ്മൾ പറയും, ജെൻസിയുടെ സയൻസ് ഒക്കെ പഠിച്ചാൽ ജെൻസിക്ക് they need some authentic lives. ജീവിതത്തിൽ മാതൃകയുള്ള ജീവിതങ്ങൾ, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. വിശ്വാസം പ്രവൃത്തിയില്ലാതായി പോവുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേടുവാൻ സാധിക്കില്ല. അപ്പോൾ മെതിക്കളങ്ങളുടെ അനുഭവങ്ങൾ ഭവനത്തിൽ വരുമ്പോൾ ചില യാഗപീഠങ്ങളെ പണിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്ന് രൂത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആഴമേറിയ ദൈവാനുഭവമാണ് ഓരോ ക്രിസ്തീയ ജീവിതവും. എങ്കിൽ മാത്രമേ
നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വാസവും ഒരുമിച്ച് പോവുകയുള്ളൂ. എങ്ങനെയുണ്ട് ഈ പകൽക്കാലം? ഇന്ന് തിരിച്ചു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒരു ചെറിയ മാറ്റമെങ്കിലും എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ പണിയുവാൻ എനിക്ക് സാധിക്കണം. ആരാധന ഇടങ്ങളെ പണിയുവാൻ, ചേർന്ന് നിന്ന് പണിയുവാൻ, മുട്ടുകുത്തി നിൽക്കുവാൻ, കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുവാൻ, നോമ്പുകാലം ആരാധന അനുഭവമായി മാറ്റുവാൻ ചില മാതൃകകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ മാതൃകകളിൽ കൂടെ മാത്രമേ നമ്മുടെ തലമുറകളെ നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. നാലാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രൂത്തിനെ പറ്റി. എന്താണ് രൂത്തിന്റെ അനുഭവം ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്? പുതുക്കപ്പെടുന്ന ഒരു ഭൂതകാലവും ഭാവികാലവും. ശ്രദ്ധിച്ച് കേൾക്കണേ. ക്രിസ്ത്യ ജീവിതം എന്നുള്ളത് ഒരു പുതുക്കപ്പെടൽ. നമ്മുടെ ഭൂതകാലവും ഭാവികാലവും പുതുക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രൂത്ത്. ഗോഡ് ക്യാൻ റീഡിഫൈൻ യുവർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഗോഡ് ക്യാൻ റീബിൽഡ് യുവർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. പാസ്റ്റും ഫ്യൂച്ചറും. എൻ്റെ പഴയകാലം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ രൂത്ത് നമ്മളെ വെല്ലുവിളിക്കുന്നു. പഴയകാലം പുതിയതായി നിർമ്മിക്കുവാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ഭാവി എപ്രകാരമായിരിക്കുമെന്ന് വേദനപ്പെടുന്നുണ്ടോ എങ്കിൽ രൂത്ത് നമ്മളെ വെല്ലുവിളിക്കുന്നു. ഭാവിക്ക് ഉറപ്പുള്ളൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ത്രൂ ജനറേഷൻസ് രൂത്ത് വാസ് ബ്ലെസ്ഡ്. രൂത്തിനെ പറ്റി ബാക്കി നാം വായിക്കുമ്പോൾ 4-ാം അധ്യായം വായിക്കുന്നു. രൂത്തിനൊരു മകൻ ജനിക്കുകയാണ്. ആ മകന്റെ പേരെന്താ? ഓബേദ്. ആ മകന്റെ പേര് ഓബേദ്. ഒബേദ്, ഇശായി, ദാവീദ്. പിന്നെ ക്രിസ്തു ജനിക്കുന്നത് ആ പരമ്പരയിൽ തന്നെയാണ്. എനിക്ക് അതിനപ്പുറം നിങ്ങളോട് പറയുവാനുള്ളൊരു കാര്യമുണ്ട്. രൂത്ത് കടന്നു വന്ന പശ്ചാത്തലം ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർത്താട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു മോവാബിൽ നിന്ന് വന്ന സ്ത്രീ. മോവാബിലെ ചരിത്രം പഠിച്ചാൽ ലോത്തിന്റെ പിൻതലമുറക്കാരാണ്. ലോത്ത് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് കിട്ടാനുണ്ടായിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആർക്കും അവകാശമുണ്ടായിരുന്നു. ലോത്തിനും അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ തെരഞ്ഞെടുപ്പ് പാളിപ്പോയി. ലോത്തിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. തെറ്റായ തെരഞ്ഞെടുപ്പിലൂടെ ദൈവസാന്നിധ്യം നഷ്ടമാക്കിയ ലോത്ത് ഇതാ ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി. അതിന്റെ പിൻതലമുറക്കാരാണ് ആര്? മോവാബ്യര്. ഞാൻ പറഞ്ഞു ആദ്യം, ലോത്തിന്റെ പിൻതലമുറക്കാരായ മോവാബ് എന്ന് പറയുന്ന ജനം. 10 തലമുറ വരെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശനമില്ലാത്ത ജനം. കീമോഷ് എന്ന ദൈവത്തെ ആരാധിച്ച ജനം. അവിടെ യാഗങ്ങൾ, മനുഷ്യയാഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ആരാധന അനുഭവമുള്ള ജനം. ഇതൊക്കെയായിരുന്നു മോവാബിന്റെ പ്രത്യേകത. അവിടെ ജനിച്ചു വളർന്ന രൂത്തിന്റെ മകനാണ് ആര്? ഒബേദും. ആ വംശാവലിയിൽ നിന്ന് അവസാനം നമ്മുടെ ക്രിസ്തുവും ജനിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. വീണ്ടെടുപ്പ് ആരംഭിച്ചത് ആർക്കാണ്? ലോത്തിന് വേണ്ടിയുള്ള വീണ്ടെടുപ്പ് ആരിലാണ് നടന്നത്? രൂത്തിലൂടെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്? ലോത്ത് എന്ന വ്യക്തി നഷ്ടപ്പെട്ടു പോയി. തൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും തെറ്റിപ്പോയി. ദൈവ അനുഭവത്തിൽ നിന്ന് പുറത്തുപോയി. അബ്രഹാമിന് അനുഭവമായിരിക്കുന്ന എല്ലാം നേടേണ്ട ലോത്ത് അതിൽ നിന്ന് പുറത്തു പോയപ്പോൾ എത്രയോ തലമുറകൾക്ക് ശേഷം ഒരു രൂത്തിനെ ദൈവം അയക്കുകയാണ്. ഈ ലോത്തിന്റെ എല്ലാ നഷ്ടങ്ങളെയും നികത്തി, ലോത്തിന്റെ എല്ലാ തെരഞ്ഞെടുപ്പിലുള്ള അപാധകതകളെയും നികത്തി രൂത്ത് കടന്നു വരികയാണ് ചരിത്രത്തിൽ. രൂത്ത് ചരിത്രത്തിൽ കടന്നു വരികയാണ്. ഒരു പെൺകുട്ടിയായ രൂത്ത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രൂത്തിന്റെ മകന്റെ പേര് ഒബേദ്. അതിൻ്റെ അർത്ഥം ആരാധനക്കാരൻ എന്നാണ്. ഇതൊക്കെ വായിക്കുമൊക്കെ നമ്മളൊന്ന് കോരിത്തെരിച്ചു പോകും. രൂത്തിന്റെ മകന്റെ പേര് ഒബേദ്. ഒബേദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരാധനക്കാരൻ എന്നാണ്. അന്യദേശത്ത് മോവാബിൽ കീമോഷ് ദൈവത്തെ ആരാധിച്ച് യാഗം കഴിച്ച് ജീവിച്ച രൂത്ത് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ മകനിടുന്ന പേരെന്താണ്? ആരാധനക്കാരൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ, നമ്മുടെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ റീഡിഫൈൻ ചെയ്യുന്നു. പാസ്റ്റ് എന്ന്, ഭൂതകാലം പുതുക്കപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നത് ലോത്തിന്റെ അനുഭവത്തിലൂടെയാണ്. ലോത്തിന്റെ ഭൂതകാലത്തെ പുതുക്കുവാൻ ദൈവസ്നേഹത്തിൽ ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ് ഒരു രൂത്ത് ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? ലോത്തിനെയും മറക്കാത്തൊരു ദൈവമാണ് നമുക്ക് ഉള്ളത്. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? ലോത്തിനെ പോലും മറക്കാത്തൊരു ദൈവമാണ് നമുക്കുള്ളത്. ആ ലോത്തിനെ മറക്കാത്ത ദൈവം എത്രയോ തലമുറകൾക്ക് ശേഷം, ഞാനത് മറന്നു, 900 വർഷം ഞങ്ങളുടെ ചരിത്രം പറയുന്നത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ ജനത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഉയർത്തുകയാണ് രൂത്തിനെ. ലോത്തിനെ മറക്കാത്തൊരു ദൈവമാണെങ്കിൽ എന്നെ നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല, മറക്കുകയില്ല. ഇന്നല്ല നാളെയല്ല,
ഈ ലോകമുള്ളിടത്തോളം എന്നെയും നിങ്ങളെ മറക്കാത്തൊരു ദൈവമാണ് നമുക്കുള്ളത്. ലോത്തിന്റെ വീണ്ടെടുപ്പ് രൂത്തിലൂടെ സാധ്യമായെങ്കിൽ രൂത്തിന് തന്നെ മകനിടുന്ന പേരാണ് ആരാധനാക്കാരൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി നമുക്ക് ഒരുക്കിയേ പറ്റൂ. യാഗപീഠങ്ങളെ വീട്ടിൽ പണിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടുത്ത പടി എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനാക്കാരായി മാറിയേ പറ്റുകയുള്ളൂ. നമ്മുടെ ഭാവി തലമുറ സഭയ്ക്കുള്ളിൽ തന്നെ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആരാധനക്കാരായി മാറാൻ ദൈവം നമ്മളെ മാതാപിതാക്കളെ വിളിച്ചിരിക്കുകയാണ്. റെഡിയാണോ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ പേര് എന്തുമായിക്കൊള്ളട്ടെ, ഏത് പേരുമായിക്കൊള്ളട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പക്ഷെ അവരുടെ പേരിൻ്റെ കൂടെ അവനൊരു ആരാധനക്കാരനാണ്, അവനും ഒരു ഓബേദാണ്, അവളും ഒരു ഓബേദാണ് എന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ രൂത്തിന്റെ വിശ്വാസം നമ്മളെ ചലഞ്ച് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, പുതുക്കപ്പെടുന്ന ഭൂതകാലവും പുതുക്കപ്പെടുന്ന ഭാവികാലം. ഭാവികാലം എന്നുള്ളത് രൂത്തിന്റെ തലമുറയിലൂടെ പിന്നീട് ദാവീദിലൂടെ പിന്നെ വരുന്നത് ആരാ? ക്രിസ്തുവാ വരുന്നത് ഭാവിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കണേ, എവിടെ കിടന്ന പെൺകുട്ടിയാണ് രൂത്ത്? മോവാബിൽ കിടന്ന പെൺകുട്ടി. ലോത്തിന്റെ പിൻതലമുറയിൽപ്പെട്ട് പാപത്തിൽ എന്ന് മുദ്രയിടപ്പെട്ട് നിയമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അബ്രഹാമിൻ്റെ അനുഭവങ്ങൾക്ക് അവകാശമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ലോത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയ ഒരു ദൈവമുണ്ടായെങ്കിൽ, ആ രൂത്തിലൂടെ ഒരു വീണ്ടെടുപ്പ് ഉണ്ടായെങ്കിൽ, അതിൽ ഓബേദ് എന്നൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായെങ്കിൽ, അതിൽ പിന്നീട് ക്രിസ്തു എന്നുള്ള രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നു എങ്കിൽ, എൻ്റെയും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഭൂതകാലം എന്തുമായിക്കൊള്ളട്ടെ അതിനെപ്പറ്റി വേദനിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഭൂതകാലം എന്തുമായിക്കൊള്ളട്ടെ, മുൻപ് സംഭവിച്ചത് എന്തുമായിക്കൊള്ളട്ടെ, ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാഗപീഠങ്ങളെ പണിയുന്നുണ്ട് എങ്കിൽ, നമ്മുടെ തലമുറകൾക്ക് ആരാധനക്കാരായി ഓബേദുമാരായി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർത്തപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ക്രിസ്തു പിറക്കുക തന്നെ ചെയ്യും. എത്ര തലമുറകൾക്ക് ശേഷവും ഒരു ക്രിസ്തു പിറക്കുക തന്നെ ചെയ്യും. ഇതാണ് രൂത്തിന്റെ 4 അധ്യായമുള്ള ചെറിയ പുസ്തകം എന്നെയും നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എപ്രകാരമാണ്? ഒന്ന് ഞാൻ പറഞ്ഞു, ക്രിസ്തീയ ജീവിതം രൂത്തിലൂടെ നാം പറയുന്നു ചില അറിയപ്പെടാത്ത യാത്രകളുണ്ട്. എനിക്കും നിങ്ങൾക്കും ചില അറിയപ്പെടാത്ത യാത്രകളുണ്ട്. 2, അതുല്യമായ സഹയാത്രികരായി മാറുവാൻ രൂത്ത് നമ്മുടെ ക്രിസ്തു ജീവിതത്തെ വെല്ലുവിളിക്കുകയാണ്. 3, ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, രൂത്തിന്റെ അനുഭവം നമ്മുടെ ക്രിസ്തീയ അനുഭവത്തോട് ചേർത്ത് വെക്കുമ്പോൾ ജീവിതം ആഴമേറിയ ദൈവാനുഭവങ്ങളിലാണ് പണിയപ്പെടേണ്ടത്. അത് കാലാപെറുക്കുന്ന അനുഭവങ്ങളിൽ അവിടെ കൂട്ടായ്മയൊരുക്കുന്ന ദൈവമുണ്ട്. കാലാപെറുക്കുന്ന അനുഭവങ്ങളിൽ കൂട്ടായ്മയൊരുക്കുന്ന ദൈവമുണ്ട്. മെതിക്കളത്തിൽ പുതപ്പിട്ട് നമ്മളെ ഉടമ്പടി ബന്ധത്തിലേക്ക് വിളിച്ചു ചേർക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനായ ദൈവമുണ്ട്. അവിടെയാണ് ആഴമേറിയ ദൈവാനുഭവങ്ങളിൽ യാഗപീഠങ്ങളെ നാം പണിയേണ്ടത്. അങ്ങനെ യാഗപീഠങ്ങളെ കുടുംബത്തിനുള്ളിൽ പണിയുമ്പോൾ മുഴങ്കാലുകളെ മടക്കുമ്പോൾ ജീവിതം ആരാധന അനുഭവങ്ങളിലും കൂദാശകളിൽ നാം പണിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പുതുക്കപ്പെടുന്ന ഭൂതകാലവും ഭാവികാലവും, വീണ്ടെടുക്കപ്പെടുന്ന തലമുറകൾ, ആരാധനക്കാരായി മാറുന്ന സമൂഹം, പുതുക്കപ്പെടുന്ന സഭ, ഇതിനൊക്കെ സാധിക്കാൻ എനിക്ക് സാധിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, 20 വയസ്സ് പോലുമില്ലാത്ത രൂത്തിന് സാധിച്ചുവെങ്കിൽ നമ്മുടെ കഴിവിലല്ല, മറിച്ച് നമ്മുടെ കഴിവിലല്ല, ദൈവകൃപയിലാണ്, ദൈവ തിരഞ്ഞെടുപ്പിലാണ്, അവൻ്റെ വീണ്ടെടുപ്പിലും അവൻ്റെ സ്നേഹത്തിലുമാണ് നമുക്ക് സാധിക്കേണ്ടത്. ഈ പകൽക്കാലം രൂത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ നമുക്കടയ്ക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഏതനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നെങ്കിലും, ആരും അറിയാത്ത അനുഭവങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാല മാത്രമേ ഉള്ളൂ എങ്കിലും ആയിക്കൊള്ളട്ടെ, സമൃദ്ധി ഇല്ലാത്ത അനുഭവങ്ങളായിക്കൊള്ളട്ടെ, മക്കളെ ചൊല്ലുള്ള ഭാരങ്ങളായിക്കൊള്ളട്ടെ, കുടുംബത്തെ ചൊല്ലുള്ള ഭാരങ്ങളായിക്കൊള്ളട്ടെ, കടബാധ്യത ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ലോറ സ്റ്റോറി പറഞ്ഞതുപോലെ when he doesn't fix it, അത് ശരിയായെങ്കിലും he offers his presence, അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഈ പകൽക്കാലം സാധിക്കുമോ? അവൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ മക്കളിലുണ്ടാകും, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ അനുഭവങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ അനിശ്ചിതത്വങ്ങളിലും നല്ല സഹയാത്രികരായി മാറുവാൻ നമുക്ക് സാധിക്കണം.
പ്രസംഗം കേട്ട് തിരിച്ചുപോയി എന്നുള്ളതല്ല. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ നല്ല സഹയാത്രികരായി തീരുവാൻ സാധിക്കണം. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ അനുദിന ജീവിതത്തിൽ കൗദാശികമായി ആഴമേറിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കണം. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഭാവിയെപ്പറ്റി, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനക്കാരായി മാറുന്ന, ക്രിസ്തു ജനിക്കുന്ന, നമ്മുടെ വീടുകളിനുള്ളിൽ ജനിക്കുന്ന, നമ്മുടെ തലമുറകളിൽ ജനിക്കുന്ന ഒരു അനുഭവം നമ്മളെ കാത്തിരിക്കുന്നുള്ള ഉറപ്പോടുകൂടെ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ വർഷമുള്ള കൺവെൻഷന് ഫലമുണ്ടാകുകയുള്ളൂ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് പാടാം. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തെ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തെ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവെ, നീ ഞങ്ങളുടെ ജീവിതം ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതം നിന്റെ പ്ലാനിലുള്ളതായിരുന്നു, നിന്റെ പദ്ധതിയിലുള്ളതായിരുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഭവങ്ങളിലൂടെ നിന്നെ കണ്ടെത്തുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ യാത്രകൾ എവിടേക്കെന്ന് ഞങ്ങൾ അറിയാതെ പോകുമ്പോൾ അവിടെ ഞങ്ങൾ സഹയാത്രികരായി തീരുവാൻ, അവിടെ ആഴമേറിയ അനുഭവങ്ങൾ ഉറപ്പിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ തലമുറകളൊക്കെ നഷ്ടപ്പെടാതെ നിന്നെ അറിയുന്ന, നിന്നെ ആരാധിക്കുന്ന ആരാധനക്കാരായി മാറുവാൻ കർത്താവെ, ഈ നാളുകൾ ഞങ്ങളെ സഹായിക്കണം. നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. കർത്താവെ, നിന്റെ ചോദ്യത്തിന്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുള്ള ചോദ്യത്തിന് ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉവ്വ് കർത്താവെ എന്ന് മറുപടി പറയുവാൻ ഈ പകൽക്കാലം നീ ഒരുക്കുമാറാകണം. കർത്താവെ, നീ പെയ്ത് നല്ല നന്മകൾക്കായും സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നന്ദികളും സ്തോത്രങ്ങളും കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി, യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി ഈ നാളുകൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിത പാതകളിൽ, കുടുംബജീവിതത്തിൽ, വഴികളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ അവസരം തന്നതിനുള്ള നന്ദിയും സ്നേഹവും ചുമതലക്കാരോട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.